ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NATURE360. നാച്ചുറലായിട്ടുള്ള സ്കിൻ ടോണർ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള വീഡിയോയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് കൂടാണ്ട് നമ്മൾ കുറച്ച് എസെൻഷ്യൽ ഓയിൽസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതുപോലെയാണ് മസാജ് ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്കിന്നിൽ, ഫേസിലാണെങ്കിലും അതുപോലെ കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പച്ചരി കുറച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പച്ചരി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു 12 ആൽമണ്ട്സ്. അത് വെള്ളത്തിൽ കുതിർത്തി തൊണ്ട് കളഞ്ഞതാണ്. അത് ഞാൻ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലാണ് അരിഞ്ഞിടുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ തൊണ്ട് കളയണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഇപ്പോൾ നമുക്ക് പൊട്ടറ്റോയുടെ ആ ഒരു സ്കിന്നിലും ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് തൊണ്ട് കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് തൊണ്ട് വേണമെങ്കിൽ കളയാം. അതുപോലെ ബാദാം എടുക്കുമ്പോൾ നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാണ്ടാണ് ഇപ്പോൾ അരച്ചത്. ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് ഇത് അരച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചരി കുതിർത്തിയത് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. ഒരു 2-3 മണിക്കൂർ കുതിർത്തിയാൽ തന്നെ നമുക്ക് മതിയാവും. എന്നിട്ട് ഈ കുതിർത്തി വെച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കണത്. ഇതിനകത്ത് നമ്മൾ വേറൊരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കിത് മാക്സിമം ഒരു 1 മന്തേ നമുക്ക് ഇതിനെ ലൈഫ് എക്സ്പയർ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 1 മന്ത് മാക്സിമം യൂസ് ചെയ്യാം. ഇത് ഈ അരിയും കൂടി നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ഞാനിതൊരു സ്റ്റെയിനറിലേക്ക് എടുത്തിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റെയിനറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കണം, നന്നായിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കണം. ഇത് മുഖത്തുള്ള കറുത്ത പാടും അതുപോലെ സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, കണ്ണിൻ്റെ അടിയിലത്തെ കറുത്ത പാട്, മറുക്, ഇതെല്ലാം ഗ്രാജുവലി കുറഞ്ഞു വരും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ. അതുപോലെ കൈമുട്ടിൻ്റെ അവിടുത്തെ കറുത്ത പാട്, കഴുത്തിലത്തെ കറുത്ത പാട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ക്രീം ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്നുള്ള റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 1 മന്ത് 2 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള ഓയിൽനെസ്, ഒരു വഴവഴപ്പും അതുപോലെ ഒരുപാട് ഡ്രൈ ആവണ ഒരു പ്രോബ്ലം ചിലവർക്കുണ്ടാവും. അതെല്ലാം നല്ല രീതിയിൽ റെഡ്യൂസായിട്ട് വരും. ഇത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ ഫിൽറ്ററിനകത്ത് കുറച്ച് നിൽക്കുന്നതിലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. അതിനകത്ത് വെള്ളം അധികം ചേർത്തെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇനി കുറുക്കിയെടുക്കാനാണ് പോണത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളം, വാട്ടർ കണ്ടൻ്റ് എല്ലാം ഇവാപ്പറേറ്റ് ആയിട്ട് പോകും. നമുക്ക് അവസാനം നമ്മൾ അപ്പത്തിന് തരി കാച്ചുമ്പോൾ കിട്ടണ ഒരു ക്രീം പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടണത് ലാസ്റ്റ്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിത് യൂസ് ചെയ്യണതുകൊണ്ട് ആണുങ്ങൾക്ക് താടി വരാണ്ടിരിക്കുകയോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ഇതൊരു രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതുപോലെ മെയിൽസിനാണെങ്കിൽ ബീഡ് നന്നായിട്ട് വളരാനും അതിനുള്ള ഹെയർ ഗ്രോത്തിനുള്ള നമ്മൾ എസെൻഷ്യൽ ഓയിൽസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമൂലം നമുക്ക് സ്കിന്നിന് മാത്രമല്ല ബീഡിനും നല്ലൊരു ബെനിഫിറ്റാണ് മെയിൽസിന്. ഈ ബാക്കി വരണ ഇത് നമ്മൾ കളയണമെന്നില്ല. ഇത് നമുക്ക് കുളിക്കാൻ നേരത്തെ വേണമെങ്കിൽ തേച്ച് കുളിക്കാവുന്നതാണ്. തലയ്ക്ക് തേച്ച് കുളിക്കുക, അല്ലെങ്കിൽ സ്കിന്നിലാണെങ്കിലും തേച്ച് കുളിക്കാം സോപ്പിന് പകരമായിട്ട്. വെറുതെ വേസ്റ്റ് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പിന്നെ അടി പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. നമ്മൾ കരിയാതെ നോക്കണം.
ഇത് കരിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് ഒരുപാട് അടി പിടിച്ച് പോയാലോ നമുക്കിതിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സ്കിന്ന് നമ്മൾ ഒരു സ്കിൻ കുറച്ച് സോഫ്റ്റ് ആകാനും അതുപോലെ സ്കിന്നിലെ കറുത്ത പാടുകൾ, സൺ ടാൻ, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഇതെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞു വരും. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇത് നമ്മളിപ്പോൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ, ഈ കാണുന്ന കൺസിസ്റ്റൻസി വേണം നമ്മൾ ആക്കിയെടുക്കാൻ. ഇത് ഇനിയും നമ്മൾ അടി പിടിക്കാതെ പിന്നെയും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മൾ ഈ ഇളക്കൽ നിർത്തരുത്. ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം, നന്നായിട്ട് ഇളക്കി ചൂടാറിയതിന് ശേഷം ആൽമണ്ട് ഓയിൽ, ഇത് നമ്മൾ ആൽമണ്ട് ഓയിലിൻ്റെ ഓയിൽ ഇത് കടകളിൽ മേടിക്കാൻ കിട്ടും. ഞാൻ അതൊരു 5 ml ഞാൻ ഫില്ലറിൽ എടുക്കുകയാണ്. 5 ml ആൽമണ്ട് ഓയിൽ നമ്മൾ ചേർത്തേക്കണ ആൽമണ്ട് കൂടാതെ നമ്മൾ ആൽമണ്ട് ഓയിൽ ഇത് ചേർക്കേണ്ടത്. അപ്പോൾ ബെനിഫിറ്റ് പെട്ടെന്ന് നമുക്ക് റിഫ്ലക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്ന് ശരിക്കും സോഫ്റ്റ് ആക്കാനും അതുപോലെ മുടിക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അടുത്തത് ഒലീവ് ഓയിൽ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ സ്കിൻ സോഫ്റ്റ് ആവാനും എക്സസ് ഓയിൽ സ്കിന്നിൽ നിന്ന് എടുത്ത് മാറ്റാനും ഡ്രൈ സ്കിൻ ആവാതെ ഇരിക്കാനാണ് നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് സ്കാൽപ്പിലും യൂസ് ചെയ്യാം, അതുപോലെ തലയിലെ സ്കാൽപ്പിലും യൂസ് ചെയ്യാം, സ്കിന്നിൽ യൂസ് ചെയ്യാം ഒരേപോലെ. ഒലീവ് ഓയിൽ അതുപോലെ ഒരു 5 ml ആണ് ഞാനിതിൽ എടുത്തേക്കണത്. പിന്നെ എടുത്തേക്കുന്നത് ക്യാരറ്റ് ഓയിലാണ്. ക്യാരറ്റ് ഓയിൽ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഞാനതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ക്യാരറ്റ് ഓയിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത്. ക്യാരറ്റ് ഓയിലും ഒരു 5 ml ആണ് ഞങ്ങൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. അടുത്തത് ജോജോബ ഓയിലും ഇതുപോലെ സ്കിൻ ബെനിഫിറ്റ്സ് ഒരുപാടുള്ള ഓയിലാണ്. കറുത്ത പാട് മാറാനും കുരു, ആക്നേസ്, പിമ്പിൾസ് ഇതൊന്നും വരാണ്ടിരിക്കാനും, പിന്നെ ചിലവർക്ക് സ്കിൻ അലർജി ഇൻഫെക്ഷൻ ഉള്ളവരുണ്ടാവും, സോറിയാസിസ്, എൻസിസിമ ഇങ്ങനത്തെ ചില രോഗങ്ങളുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് നല്ല ബെനിഫിഷ്യലാണ്. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസിനായിട്ട് വെട്ടിവേര്, രാമച്ചത്തിൻ്റെ ഒരു എസൻഷ്യൽ ഓയിൽ, ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യണത്. അതൊരു 5 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാം താഴെ മതി. ഇത് വെട്ടിവേരിൻ്റെ ഒരുപാട് നമ്മൾ ചേർക്കരുത്. അതിൻ്റെ ചിലപ്പോൾ ഒരു കുത്തുമണം ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല. അതൊരു 5 ഗ്രാമിന് 2 ഗ്രാമിന് ഇടയ്ക്ക് നമ്മൾ ചേർത്താൽ മതി. ലാവൻഡർ എസൻഷ്യൽ ഓയിൽ എടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ 3 ഗ്രാമാണ് ഞാൻ ആഡ് ചെയ്യണത്. നമ്മൾ ഒരുപാട് ചേർക്കരുത്. ലാവൻഡറിൻ്റെ എസൻഷ്യൽ ഓയിൽ നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ ഒരു എരിച്ചിൽ, പുകച്ചിൽ പോലെയൊക്കെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ടീ ട്രീ ഓയിലാണ് അടുത്തത് ആഡ് ചെയ്യണത്. ടീ ട്രീ ഓയിൽ അതും 5 ml നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സ്കിന്നിനും ഹെയറിനും ഒരേപോലെ ബെനിഫിഷ്യലാണ്. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഈ ഓയിൽസ് എല്ലാം നമ്മളിതിൽ സെപ്പറേറ്റ് ആവാത്ത രീതിയിൽ, ഓയിലും അതുപോലെ ക്രീമും സെപ്പറേറ്റ് ആവാത്ത രീതിയിൽ രണ്ടും കൂടി ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ, മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് എല്ലാ ഓയിൽസും നന്നായിട്ട് മിക്സായി ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കയ്യിലും മുഖത്തും എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്രീം അപ്ലൈ ചെയ്ത ഒരു ഫീൽ ആയിരിക്കുള്ളൂ. മേത്ത് ഒരു ഒട്ടിപ്പിടിക്കണ പോലെ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ആവില്ല. ഇത് നമ്മൾ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, ടോണറായിട്ട്. അപ്പോൾ നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ചെറിയ ലൂക്ക് വാം വാട്ടറിൽ നമുക്ക് ഇത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ Nature360 എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.